Hi everyone, hi beautiful souls, welcome and welcome back to our channel Soul Growth 11 Malayalam. So കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസിന് ഇന്ന് സർവത്തിൻ്റെയും ഉടമയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസിന് ഇന്ന് കൊടുക്കാനുള്ള മെസ്സേജസ്, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പ്രിക്വേഷൻസ് ഓഫ് എനി ഗൈഡൻസ് ഫോർ ദിസ് ഡേ ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ്. കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസിന് അന്നത്തെ ദിവസം കൊടുക്കാനുള്ള മെസ്സേജസ്, അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പ്രിക്വേഷൻസ് ഓഫ് എനി ഗൈഡൻസ് ഫോർ ദിസ് ഡേ. Is there anything else? Connoting the beautiful souls and the dosam kodkanalla messages or anything കാര്യങ്ങൾ, precautions of any guidance for this day for the beautiful souls. Okay. Wow. So pay attention to your thoughts. നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളിന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഐഡിയ മതി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ, നിങ്ങൾ ആ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ടും, നിങ്ങൾ ആ ഒരു ആ ഒരു ഹൈറ്റ്സിലേക്ക് റീച്ച് ആവാനായിട്ടും, ആ സ്ഥലത്തിൻ്റെ ഉടവായിട്ട് കണക്റ്റ് ആവാനായിട്ടും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. സോ പേ അറ്റൻഷൻ. അത് ഡ്രീംസ് ആകാം, പെട്ടെന്ന് വരുന്ന ഒരു ഫ്ലാഷ് ആകാം. ഓക്കെ, അതുകൊണ്ട് നല്ലതായിട്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക. 11 സീക്വൻസസ് 111 ഒക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് കാണും എന്നുള്ള കാര്യമാണ്. ഇന്ന് ഉറപ്പായിട്ടും കാണും. സോ നിങ്ങൾക്കൊരു ഏസ് എന്ന് പറഞ്ഞാലും ആ ഒരു 1 എന്നുള്ളൊരു മീനിങ് ആണ്. ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ് ഐഡിയ. പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഐഡിയ, നിങ്ങളുടെ ഐഡിയ വളരെയധികം ഷാർപ്പായിരിക്കും. അതേപോലെ തോട്ട്സ് വളരെയധികം ഷാർപ്പായിരിക്കും. നിങ്ങളതുകൊണ്ട് ഇന്നത്തെ ദിവസം വളരെയധികം നിങ്ങളുടെ തോട്ട്സ് കൂടുതലായിട്ട് ഐഡിയാസ് എന്തൊക്കെയാണ് വരുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ബിക്കോസ് അത് നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഗൈഡൻസ് ലഭിക്കും, കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. സോ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ തോട്ട്സ് അത് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ കൂടുതൽ ശ്രദ്ധിച്ച് നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, 5 സീക്വൻസസ്, എസ്പെഷ്യലി 55 എന്നുള്ള നമ്പർ നിങ്ങൾ കാണും. ഒരു ബിഗ് ചേഞ്ച് ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിൽ വരാണ്. ആ ഒരു ഷിഫ്റ്റിൻ്റെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാണെന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സി വണ്ടർഫുൾ. നിങ്ങളുടെ ആ ഒരു ഫ്രീഡം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ഫ്രീഡം ആയിട്ടുള്ള ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നല്ല ഹെൽത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും ഒരു ടയർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇതൊക്കെ മാറി നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു സ്ട്രെങ്ത്തും അതൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ 222 നിങ്ങൾ ഇന്ന് കാണും എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നല്ലൊരു ഗുഡ് പാർട്ട്ണർഷിപ്പ്, ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. മേ ബി എ ബിസിനസ് പാർട്ട്ണർ ആകാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈഫ് പാർട്ട്ണർ ആകാം. അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണറായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി വരുന്ന നിങ്ങൾ ഫിസിക്കലി മീറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മേ ബി എന്തെങ്കിലും നിങ്ങൾ അവർ ഫോറിനിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫോറിനിലായിരിക്കും, അവരുടെ ഒരു വരവിനായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും, നിങ്ങൾ ഫിസിക്കലി മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഇവർ തന്നിട്ടില്ല, അല്ലെങ്കിൽ ഫ്രീഡത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ഫ്രീഡം കൊടുക്കുന്ന ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് എന്താണ് പറഞ്ഞത് ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾ ആ ഒരു സറണ്ടറിങ് മോഡിലാണ് എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു സറണ്ടറിങ് മോഡിലായിരിക്കും. നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ആ ഒരു വിഷൻസ് ഒക്കെ ഇന്ന് ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഓക്കെ, അതൊരു ഗൈഡൻസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ഒന്നെങ്കിൽ മറക്കും എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഡ്രീമിനൊക്കെ എണ്ണിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന സമയത്ത് അത് എഴുതി വെക്കാം. പിന്നീട് അത് യൂസ് ആകും. നമ്മുടെ ആ ഒരു ഐഡിയ നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവും. അതിന് കൂടുതലായിട്ട് ഡീകോഡ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും. സോ നമ്മൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ നമുക്കത് ഓർക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ആ ഒരു തോട്ട് വരുമ്പോൾ, ആ ഒരു ഐഡിയ വരുമ്പം നമ്മുടെ ആ ഒരു ചിന്ത നമ്മൾ കൂടുതലായിട്ട് ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ദിവസമാണ്. സോ ആ ഒരു ചിന്ത നമുക്ക് ആ ഒരു ഐഡിയ ആയിരിക്കും, ഐഡിയയുടെ രൂപത്തിലായിരിക്കും വരുന്നത്. ആ ഒരു ഐഡിയ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് വളരെയധികം ഒരു സക്സസ്സും അബണ്ടൻസും ലഭിക്കുന്നുണ്ട്. ആ ഹിഡൻ അബണ്ടൻസ് ഇവിടെയാണ് ഞാൻ കൈവച്ചിരുന്നത്. അപ്പം ഹിഡൻ അബണ്ടൻസ് നിങ്ങൾക്ക് റിവീൽ ആവും എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത്. ഓക്കെ, സോ നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഫ്രീഡത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ആ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കുറേ മണിയും അബണ്ടൻസും ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഗോൾഡ് എനർജിയാണ്. സോ ഈ ഒരു കളർ ഭയങ്കരമായിട്ട് സിഗ്നിഫിക്കൻ്റ്. ഗോൾഡൻ കളറൊക്കെ നിങ്ങളിന്ന് കാണുന്നുണ്ടായിരിക്കാം. ഗോൾഡ് മേ ബി റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യുന്നതായിരിക്കാം. സോ അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോവാണ് ഇന്നത്തെ ദിവസം എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുമെന്നുള്ള ഒരു
അഷുറൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സി ഹൗ വണ്ടർഫുൾ. ഇന്നത്തെ കാർഡ്സ് എല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാർഡ്സ് ആണെന്നുള്ളൊരു കാര്യമാണ്. എൻ്റെ കൈ ഇവിടെ ലൈക്ക് 2-3 വട്ടം ഇവിടെ ഉടക്കുന്നുണ്ട്. അപ്പം കിട്ടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയും പോയി സ്ട്രക്കായി പോവരുത്. നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. ആ ഫ്രീഡം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം തുടങ്ങുക. എനർജറ്റിക് ആയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുക. എവിടെയും സ്ട്രക്കായി പോകരുത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ട് സ്ട്രക്കായി കുടുങ്ങി പോകരുത്. നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. വാവ്. സി ന്യൂ അബണ്ടൻസ് ഏസ് കാർഡാണ്. നിങ്ങൾക്ക് വരുന്ന ആ ഒരു ഐഡിയ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഒരു പുതിയ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുള്ള ധൈര്യം, ആ ഒരു ഐഡിയയും കിട്ടുന്നുണ്ട്, അതിനുള്ള ധൈര്യം കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ചെയ്യും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ അനുഗ്രഹങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ പോവുകയാണ്. നല്ല മണി എനർജി റിസീവ് ചെയ്യും, നല്ല അബണ്ടൻസ് റിസീവ് ചെയ്യും. ഗോൾഡൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എത്ര പൈസ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എത്തും. എസ്പെഷ്യലി ലാൻഡ് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നടക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് കൃഷിയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ കുറേ ചെടിയൊക്കെ വളർത്തണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സാധ്യമാവും. അതിന് വരേണ്ട സ്ഥലം നിങ്ങൾക്ക് റെഡിയായി കിട്ടും എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കിട്ടുന്ന കാർഡ്സ് എന്ന് നമുക്ക് നോക്കാം. വാവ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ന്യൂ ബിഗിനിങ് ഫുൾ കാർഡാണ്. ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം ചെയ്തിട്ടുള്ള ആ ഒരു ലൈഫിൻ്റെ ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് വരെയാണെന്നുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിച്ചതോ അത് നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. എഗെയിൻ എ കൺഫർമേഷൻ. ഓക്കെ. നിങ്ങൾ സ്ട്രക്കായി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആ ഒരു പുതിയ നിങ്ങൾ ഡ്രീം കണ്ട ആ ഒരു ലൈഫിൻ്റെ ഒരു ബിഗിനിങ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ കാണിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു ഫെയ്ത്ത് ഉണ്ട്, ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. ബിക്കോസ് ഈ ക്ലിഫിലാണ് നിൽക്കുന്നത്. ഈവൻ ദോ ഒരു ചെറിയൊരു ഇവിടെ ഒരു എന്താണ് ഒരു സ്റ്റിക്കാണ് ഉള്ളത്, അതിലാണ് പിടിക്കുന്നത്. ഓക്കെ. നമ്മുടെ വെയിറ്റ് അതിലാണ് കൊടുക്കുന്നത്. സോ നിങ്ങളുടെ വെയിറ്റും നിങ്ങളുടെ പ്രഷേഴ്സും എല്ലാം സർവ്വത്തിൻ്റെ ഉടമ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുക്കണം. ബിക്കോസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കാണാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീം കണ്ടിട്ടുള്ള ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഡിലേസ് ഇല്ലാതെ തന്നെ പെട്ടെന്ന് നടക്കുന്നതാണ്. 8 ഓഫ് വാണ്ട്സ് വളരെയധികം ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കാർഡ്സാണ്. ഇത് കണ്ടാലേ അറിയാം നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ എല്ലാം നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. നിങ്ങൾക്ക് സ്കൈ ബ്ലൂ, പിങ്ക് ഒക്കെ ഇന്ന് മേ ബി നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കും. എസ്പെഷ്യലി ഗോൾഡൻ കളർ കോയിൻസ്, ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, ഇതൊക്കെ നിങ്ങളിന്ന് കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ. നോ ദാറ്റ് നിങ്ങളുടെ ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സോ ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ്. ആക്ഷൻ എടുക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സോൾസ് ഇന്നത്തെ ദിവസം കൊടുക്കാനുള്ള മെസ്സേജസ്, അടങ്ങിയിരിക്കേണ്ട കാര്യങ്ങൾ, പ്രിക്വഷൻസ് ഓഫ് എനി ഗൈഡൻസ് ഫോർ ദിസ് ഡേ ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ്. സോ എന്തോ ടീ ആയിട്ട് നിങ്ങൾക്കിന്ന് ടീ എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. ഓക്കെ. ടീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും തലവേദനയോ ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജിഞ്ചർ ടീ ഒക്കെ കുടിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എന്തോ ആ ഒരു ടീൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി നിങ്ങളിതുവരെ ടീ ട്രൈ ചെയ്തിട്ടില്ലായിരിക്കാം. സോ ഇന്നത്തെ ദിവസം ട്രൈ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ആ ഒരു ടീ കുടിക്കുന്ന എന്തോ ഒരു ചായയുമായിട്ടുള്ള ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സൈൻ ഉണ്ട് ഇന്നത്തെ ദിവസം എന്നുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യമായിട്ട് റിലേറ്റ് ചെയ്തെടുക്കുക. വാവ്. സോ നിങ്ങളിപ്പോൾ വറി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിനെ ആലോചിച്ച് വറി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നോ നീഡ് ടു വറി. ഇൻ വെരി നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, 8 ഓഫ് വാണ്ട്സിൻ്റെ ഫാസ്റ്റസ്റ്റ് കാർഡാണ്. നിങ്ങളുടെ വെരി നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബിഗ് ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നടന്ന് കിട്ടും എന്നുള്ളൊരു മെസ്സേജാണ്. സോ നോ നീഡ് ടു വറി എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ്. ഓക്കെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൊടുന്ന് ചെയ്തേക്കണേ. അതേപോലെ തന്നെ റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൊടുന്ന് ചെയ്തേക്കണം. ഞാൻ പേഴ്സണൽ റീഡിങ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ. സോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കാം. ടേക്ക് കെയർ. ബൈ ബൈ.